അച്ചാച്ചൻ ഞുള്ളുവാണോ? അച്ചാച്ചന്റെ ബലൂൺ കവിള് ഞുള്ളുവാണോ? എല്ലാരും എന്നെ പിടിച്ചു. അമ്മ വരെ എന്നെ പിടിച്ചു. ഞാൻ അവളോട് പറഞ്ഞു ഇതേ തൊടല്ലേ വലുതാവും. ബലൂൺ കവിളോ? പിന്നെ ബലൂൺ ആടിയില്ലേ? ഉമ്മ വെച്ചോണ്ട് വലുതായി. ചുമ്മാ വെച്ച് വലിയ കവിളാക്കിയതല്ലേ. പേടിയാ. അയ്യോ നല്ല പഞ്ഞിത്തലാണോ? അതോട്ടം കേറി പോയല്ലോ. നല്ല അകത്ത് കിടക്കുവായിരുന്നു. നോക്കളെ കുഞ്ഞോ. അമ്മ അമ്മ ചാച്ചൻ വീടിന് മുമ്പില്ലേ നല്ല പഞ്ഞിയാ. കുഞ്ഞോ ഒരു ഉമ്മ തരുമോ മാമിക്ക്? മാമിക്ക് ഒരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തന്നില്ല കുഞ്ഞു. ഒരു ഉമ്മ തരുമോ കുഞ്ഞു? തന്നില്ലല്ലോ, പറഞ്ഞതേ ഉള്ളൂ. ഉമ്മതാ ചക്കരുമ്മ. ഓ കുഞ്ഞു ക്ഷീണിച്ചു. അങ്ങനെ പറയണം. ഉമ്മ തന്നെ ക്ഷീണിച്ചു ഇല്ലയോ കുഞ്ഞോ? മോനുകുട്ടന്റെ തലാണയാണ് ഇപ്പൊ കുഞ്ഞോന് കൊടുത്തു കേട്ടോ. എന്റെ കൈയുടെ തലാണയാണ്. അമ്മയുടെ വയറെന്താ പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഞങ്ങള് രണ്ടും കിടന്നിട്ടാണ്. രണ്ടു മക്കള് കിടന്ന വയറ് പഞ്ഞി പോലെ ആവത്തില്ലേ? ദൈവമേ വേണ്ട, എന്റെ വയറ് മസാജ് ചെയ്തേ ദൈവമേ. അയ്യോ എന്റെ ദൈവമേ. മോനിക്കുട്ടൻ ഇപ്പൊ 9 വയസ്സായി. അതായത് രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് 9 വർഷമായി. ഇപ്പോഴും എന്റെ വയറ് അറിയാതെ ഞാൻ നമ്മളെങ്ങനെ മുട്ടുവോ അമക്കോ ചെയ്തെങ്കിൽ എനിക്ക് വേദന കേട്ടോ. പിന്നെ നേരെ ഇങ്ങനെ കിടന്ന് ചുമയ്ക്കുമ്പോ ഓർക്കാതെ ചുമച്ചാൽ വയറ് വിലങ്ങി ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് എന്താ പറയാ, ചുമയ്ക്കുമ്പോ ഞാന് ഇങ്ങനെ കാല് മടക്കി വെച്ചിട്ടാ ചുമക്കുന്നത്. ഇങ്ങനത്തെ അമ്മമാർ എത്ര പേരുള്ളത് കമന്റ്. അയ്യോ ദൈവമേ വേണ്ടേ, എന്റെ തലാട ഇത് ചവിട്ടി കീറുവേ ദൈവമേ. ഒരു മസാജ് കിട്ടിയിട്ടുണ്ട്. മസാജ് ആലോചൊന്ന് ചവിട്ടി കളയല്ലേ പൊന്നോ.